അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അച്ഛൻ കച്ചവടത്തിനൊക്കെ പോയി, അപ്പൊ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പൊ രാവിലെ റാണിക്ക് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ റാണിയെ പാട്ട് ക്ലാസ്സിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ മാങ്ങോട്ടാവയ്ക്ക് പോയി, ഞാനും മാമിയും കൂടെ. എന്നിട്ട് ഞങ്ങൾ മാങ്ങോട്ടുകാവയ്ക്കൊക്കെ പോയി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇതാ ലച്ചുവിന് പനിയാണ് ഗൈസ്, അതുകൊണ്ടാണ് മൂഡ് ഓഫ് ലച്ചു. ഇല്ലെങ്കിൽ ആദ്യം എന്നൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവള്. അതുകൊണ്ട് ലച്ചു ഭയങ്കര മൂഡ് ഓഫിലാണ്. 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി മരുന്നൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പം മരുന്നൊക്കെ കുടിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഇതിലായിരുന്നു. കാരണം വിലമൊക്കെ പിടിച്ച് മരുന്നൊക്കെ കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കരച്ചിലൊക്കെ കഴിച്ചപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് അവള്. അപ്പോൾ അതുകൊണ്ട് ആള് ഭയങ്കര മൂഡ് ഓഫിലാണ്. പോട്ടേട്ടോ എന്നെ നോക്കുകയാണ് പറയുമ്പോൾ കരയണ്ട അത് പറഞ്ഞാണ് ചേച്ചി. അപ്പൊ അതുകൊണ്ട് ആള് മൂഡ് ഓഫിലാണ്. പിന്നെ അമ്മ 2 ദിവസത്തെ നെല്ലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കും ഇപ്പൊ വയ്യാണ്ടായിട്ട് ഇപ്പൊ അമ്മ നെല്ലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അടുക്കളയിലാണ് പണിയുള്ളത് കേട്ടോ. പിന്നെ ഞാനാണ് ആദ്യം പനി കൊണ്ടുപോകുന്നത് ഗൈസ്. ഇപ്പൊ എന്റെ പനി മാറി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ലീവായിരുന്നു സ്കൂളിൽ പോകാൻ, കാരണം പനിയൊക്കെ ആയിട്ട് ഭയങ്കര വയ്യായിരുന്നു എനിക്ക്. ഇപ്പൊ എന്റെ പനിയൊക്കെ മാറി. അപ്പൊ ലച്ചൂര് അതാ അപ്പൊ ലച്ചുവിന് ഇപ്പൊ പനിയാണ്. റാണിക്ക് പനി പോയി, അത് കഴിഞ്ഞിട്ട് ലച്ചുവിന് വന്നു. അപ്പൊ അമ്മയ്ക്ക് പനി വരാനോ പോലെ ഭയങ്കര ക്ഷീണമൊക്കെയാണ് അമ്മയ്ക്ക്. ഞാനാണ് പനി കൊണ്ടുവന്നത്. അപ്പൊ എല്ലാവരും എന്നെ ചീത്ത പറയണത് ഇപ്പൊ. അപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പോ റാണി ഇന്നലെ കേരളപ്പിറവിയായിട്ട് നാളെ തിങ്കളാഴ്ച എന്തോ പ്രോഗ്രാം ഉണ്ട് നമുക്ക്. അപ്പൊ അവളെന്തോ എന്നെ വിട്ടൊക്കെയാണ്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്താ അവളെ ചെയ്യണം. വാലിട്ടോ പറയോ റാണി എന്താ ചെയ്യണം നോക്കാൻ പോവാ. അവളുടെ റൂമിലാണ് അവള്. റാണി എന്താ ചെയ്യണേ? അവളെന്തൊക്കെ ഒട്ടിക്കാണ് ഗൈസ്. അവിടെ അവളവിടെ എന്തൊക്കെ ഒട്ടിക്കാണ്. ശരിയായിട്ടില്ല റാണിയില്, കുറച്ചുകൂടെ കറക്റ്റാക്കാനുണ്ട്. ഇതാണ് സാധനം ചെയ്യണേ. ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാണ് റാണി. ബിൽഡിംഗ് ശരിക്കും ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി റാണി. ഈ സാധനം ഒന്നുകൂടെ ശരിയാക്കാം. ശരിയായിട്ടില്ല. വെറുതെ പറഞ്ഞാടി. ശരി, കുഴപ്പമില്ല, ശരിയായിട്ടില്ല. നേരെ ഒരു തിരുവനന്തപുരമാണ് ഗൈസ്. അവളുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ അവളെ അതാ നോക്കണം. ലച്ചുകൂടെ കുറച്ചോട്ടേ ഇരിക്കുകയാണ് പാവം. കുഴപ്പമില്ല, പോട്ടെ. മരുന്നൊക്കെ കൊടുത്ത് ചുമക്കുള്ളൂ, എന്നാലും ചുമച്ചോണ്ടേ ഇരിക്കുകയാണ്. ജലദോഷമാണ് ഗൈസ് ലച്ചൊരു മെയിനായിട്ട്. റാണി അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നാളെ അവളുടെ പ്രോഗ്രാമാണ്. സ്കൂളിൽ കേരളപ്പിറവിയായിട്ട് നാളെയാണ് പ്രോഗ്രാം ഉള്ളത്. അതുകൊണ്ടാണ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ അവിടെ അടുക്കളയിലാണ് ഗൈസ്. ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോ ദാ USS പഠിക്കണമെന്ന് USS ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കതാ പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ഇനി ബുക്ക് മൊത്തം പഠിക്കണം ഗൈസ്. അയ്യോ, ബുക്ക് മൊത്തം പഠിക്കണം. ഇത് ഗൈഡാണ് ഗൈസ്, അല്ലാണ്ട് 5ത്തെ 6ത്തെ പഠിക്കണം. അപ്പോൾ USS നമുക്ക് USS എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് USS എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും പഠിക്കുകയാണെങ്കിൽ USS. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വിളിക്കണം.